നിധി തേടിയുള്ള നിങ്ങളുടെ യാത്ര ഞാൻ കാണുന്നുണ്ട് മക്കളെ. ഓരോ ചോദ്യങ്ങൾ, ഓരോ വീഡിയോകൾ കണ്ടു കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്തു വെച്ചിട്ടുള്ള ലിങ്കിൽ കയറി നിങ്ങൾ ഫില്ല് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തുക. ഓരോ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തന്നെയാണ് ഓരോ ക്ലൂകളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താൽ നിധിയിലേക്കുള്ള ആ താക്കോൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്തായാലും 3 കടമ്പകൾ നിങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി എന്ന് വിചാരിക്കുന്നു. 4ാമത്തെ കടമ്പയിലേക്കാണ്, 4ാമത്തെ ഫയലാണ് നമ്മൾ ഇന്ന് തുറക്കാൻ പോകുന്നത്. 4ാമത്തെ ഫയൽ ഇതാ തുറക്കപ്പെടുന്നു. ഭാരതത്തിൻ്റെ ഹൃദയമിടിക്കുന്ന, ചരിത്രവും ആധുനിക ശാസ്ത്രവും കൈകോർക്കുന്ന ആ മഹാനഗരത്തിൻ്റെ വീഥികളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. എന്തൊക്കെയാണ് 4ാമത്തെ ഫയലിലെ സൂചനകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. 1ാമത്തെ സൂചന, ഇന്ത്യയുടെ സമയ സൂക്ഷിപ്പുകാരൻ CSIR NPL, നമ്മുടെ വാച്ചുകളിലെ സമയം കൃത്യമായി പാലിക്കാൻ സഹായിക്കുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST പരിപാലിക്കുന്നത് ഇവിടുത്തെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലാണ്. ശ്രദ്ധിക്കുക മക്കളെ, സെക്കൻഡിന്റെ കോടിക്കകത്ത് ഒരംശം പോലും തെറ്റാതെ ആറ്റോമിക് ക്ലോക്കുകൾ ഈ നഗരത്തിലുണ്ട്, ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഏതാണ് നഗരം എന്നുള്ളതിന്റെ ആദ്യ സൂചന നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. 2ാമത്തെ സൂചനയിലേക്ക് നമുക്ക് പോയി നോക്കാം. എന്താണ് 2ാമത്തെ സൂചന? ദി അയേൺ പില്ലർ, തുരുമ്പിക്കാത്ത ഒരു മഹാത്ഭുതം. മെറ്റലർജി ലോകത്തെ ഞെട്ടിച്ച ഒരു നിർമ്മിതി ഇവിടെയുണ്ട്. 1600-ലധികം വർഷങ്ങളായി മഴയും വെയിലും ഏറ്റിട്ടും ഇന്നും തുരുമ്പിക്കാതെ നിൽക്കുന്ന കുത്തുബ് മിനാർ കോംപ്ലക്സിലെ ഇരുമ്പ് തൂൺ പുരാതന ഇന്ത്യയുടെ ശാസ്ത്ര മികവിന്റെ തെളിവാണ് ഇത് കാണിക്കുന്നത്. 2ാമത്തെ സൂചനയും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. 3ാമത്തെ സൂചനയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. എന്താണ് 3ാമത്തെ സൂചന എന്നുള്ളത് നമുക്ക് നോക്കാം. 3ാമത്തെ സൂചന ഇതാ എത്തിക്കഴിഞ്ഞു. ജന്തർ മന്തർ, ഭീമാകാരമായ വാന നിരീക്ഷണ കേന്ദ്രം. മഹാരാജ ജയ്സിംഗ് 2 നിർമ്മിച്ച 5 നിരീക്ഷണാലയങ്ങളിൽ ഒന്ന് ഇവിടെയാണ്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം കൃത്യമായി അളക്കാൻ കഴിയുന്ന കൂറ്റൻ ജ്യോതിശാസ്ത്ര ഉപകരണങ്ങൾ ഇവിടെയുണ്ട്. ആസ്ട്രോണമിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കാണപ്പെടുന്നത് ഈ ലാബിലാണ്, ഈ സ്ഥലത്താണ്. ജന്തർ മന്തർ എന്ന് കേട്ടാലുടൻ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സൂചന എന്താണെന്ന് നോക്കാം. നാഷണൽ സയൻസ് സെന്റർ, ശാസ്ത്രത്തിന്റെ തത്വങ്ങൾ കളിയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സയൻസ് സെന്ററുകളിൽ ഒന്നാണിത്. ഇവിടുത്തെ എനർജി ബോൾ പ്രദർശനം ലോകത്തിൽ തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു പ്രദർശനമാണ്. എനർജി ബോൾ എന്ന് കേട്ടാൽ ഉടനടി ഉത്തരം കിട്ടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലാത്തവർ പെട്ടെന്ന് കണ്ടുപിടിച്ചോളൂ. ഉത്തരം ഇനിയും കിട്ടാത്തവർക്ക് 5ാമത്തെ സൂചന ഇതാ. ഇന്ത്യയുടെ പ്രീമിയർ എയിംസ് ഹബ്, എയിംസ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരം ഇവിടെയാണ്. ഏറ്റവും മികച്ച മെഡിക്കൽ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനമായ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇവിടെയാണുള്ളത്. അത്യാധുനിക ചികിത്സാ രീതികളും റോബോട്ടിക് സർജറിയും ഇവിടെ പരീക്ഷിക്കപ്പെടുന്നു. വെറും 6000 രൂപയ്ക്ക് നിങ്ങൾക്ക് MBBS പഠനം പൂർത്തിയാക്കാൻ കഴിയുന്ന സ്ഥലം കൂടെയാണ് ഈ എയിംസ് എന്ന് പറയുന്ന, എയിംസ് സ്ഥാപിതമായിട്ടുള്ള ഈ നഗരം. എയിംസ് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം പെട്ടെന്ന് കണ്ടുപിടിച്ചോളൂ. അടുത്തൊരു സൂചന കൂടെ നിങ്ങൾക്ക് ഇതാ തരുന്നു. 6ാമത്തെ സൂചന, ചരിത്രവും രാഷ്ട്രീയവും സംഗമിക്കുന്ന ഇടം. മുഗൾ ചക്രവർത്തിമാരുടെ ചെങ്കോട്ട മുതൽ ബ്രിട്ടീഷ് വാസ്തുവിദ്യയുടെ പ്രൗഢി വിളിച്ചോതുന്ന രാഷ്ട്രപതി ഭവൻ വരെ ഇവിടെയുണ്ട്. ഭാരതത്തിന്റെ ഭരണചക്രം തിരിയുന്ന ഈ നഗരം പല സാമ്രാജ്യങ്ങളുടെയും ഉദയത്തിനും അസ്തമയത്തിനും സാക്ഷ്യം വഹിച്ചു. യമുന നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ അധികാര സ്ഥിര കേന്ദ്രമായ ഈ നഗരം ഏതാണെന്ന് നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടിയെങ്കിൽ പെട്ടെന്ന് താഴെ കാണുന്ന കമന്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിങ്ങളുടെ ഉത്തരങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അടുത്ത ചോദ്യവുമായിട്ട് ഉടൻ ഞാൻ വരുന്നതാണ്. അപ്പോഴേക്കും ബൈ.